നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങ അച്ചാറാണ്. ഈ അച്ചാർ ഒരുപാട് നാള് കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ടൈപ്പ് ഒരു അച്ചാറാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ 2.5 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നല്ലപോലെ കഴുകി അതിന്റെ പുറത്തുള്ള വെള്ളമെല്ലാം മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഈ ഒരു വലിപ്പത്തിനാണ് നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ എല്ലാം അരിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അത്രയും മാങ്ങ വറുത്തു കോരാൻ ആവശ്യമായിട്ടുള്ള അത്രയും അളവിന് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാങ്ങയെ നല്ലപോലെ വറുത്തെടുക്കണം. ഒരുപാട് മൂപ്പിക്കാൻ പാടില്ല, എന്നാലും നല്ലപോലെ വറുക്കണം. നമ്മൾ മാങ്ങയിലാണെങ്കിലും അച്ചാറുണ്ടാക്കുന്ന പാത്രങ്ങളാണെങ്കിലും സ്പൂണാണെങ്കിലും വെള്ളത്തിന്റെ അംശമേ പാടില്ല. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ ചീത്തയായി പോകും. അപ്പൊ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വെള്ളത്തിന്റെ അംശം പാടില്ല. അതുപോലെ തന്നെ ഈ മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ അച്ചാർ ഒരുപാട് വർഷങ്ങളോളം വേണമെങ്കിലും ചീത്തയാകാതിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് വറുത്തെടുക്കുകയും വേണം. അതുപോലെ തന്നെ ഒന്നിലും വെള്ളം കാണാതെ സൂക്ഷിക്കുകയും വേണം. ഈ ഒരു പരുവം ആവുമ്പോഴേക്കും നമുക്കിതിനെ കോരി മാറ്റാം. എണ്ണ മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചേക്കാം. വറുത്ത മാങ്ങ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികൾ വറുത്തെടുക്കാം. വീണ്ടും വെള്ളമില്ലാത്ത ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക. പക്ഷെ തീ കത്തിക്കാൻ പാടില്ല. തീ കത്തിക്കുന്നതിന് മുമ്പാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇപ്പോഴും തീ കത്തിച്ചിട്ടില്ലേ, നല്ലപോലെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലെണ്ണം, തീ സിമ്മിലിട്ടാൽ മതി. സിമ്മിലിട്ടിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി നമ്മൾ മാങ്ങ നല്ലപോലെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട്. മാങ്ങ പൊടിഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൂട്ടും മാങ്ങാ കഷ്ണങ്ങളും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. മാങ്ങ എല്ലാം കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വഴറ്റാൻ യൂസ് ചെയ്ത നമ്മുടെ നല്ലെണ്ണയിൽ ബാലൻസ് ഇരുന്നതിൽ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള എണ്ണമാങ്ങ അച്ചാർ റെഡി.